ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. ഇന്ന് ഞാൻ 4ാമത്തെ എപ്പിസോഡാണ് പറയാൻ പോണത്. എനിക്കിത് പെട്ടെന്ന് തീർത്തിട്ട് വേണം അടുത്തൊരു പടം ചെയ്യാനായിട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നമ്മുടെ ഏഗൻ ടാർഗേരിയനാണ്, അവനൊരു രാജകുമാരനാണെന്നെല്ലാം. എൻ്റെ ഒരു റൂംമേറ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയണ്ടായി, നീ ഇപ്പോഴും ഈ വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പഴയ പടമല്ലേ, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പുതിയ പടങ്ങൾ ചെയ്യാനൊക്കെ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, പഴയതാണോ പുതിയതാണോ ഒന്നും ഞാൻ നോക്കാറില്ല. അപ്പൊ ഇനി സിനിമയിലേക്ക് കിടക്കാം. ഡങ്ക് തല്ലിയത് ഒരു ടാർഗേരിയൻ രാജകുമാരനായതുകൊണ്ട് അവനിപ്പോ ആഷ്വോർഡിന്റെ തടവറയിലിട്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ എഗ് വരാണ്. അവനിപ്പോ ഒരു രാജകുമാരനായിട്ടാണ് അവിടേക്ക് വരുന്നത്. അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഡങ്കിനുള്ള ഫുഡെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനിപ്പോ വന്നിരിക്കുന്നത് ബെയിലർ പറഞ്ഞിട്ടാണ് നമ്മുടെ ഡങ്കിനോട് ക്ഷമ ചോദിക്കാനായിട്ട്. ഡങ്ക് ആണെങ്കിൽ ഇവനോട് നല്ല ദേഷ്യത്തിലിരിക്കുകയാണ്. ഇത്ര നാള് ഇവന്റെ കൂടെ നിന്നിട്ട് ഇവ രാജകുമാരനാണെന്നുള്ള കാര്യം അവനിന്ന് മറച്ചു വെച്ചല്ലോ. ആ ഒരു ദേഷ്യം അവനിപ്പോഴും ഉണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ട് നമ്മളത് അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം, അതാണ് ഇപ്പോൾ ഡങ്കിനുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ നമ്മുടെ മൊട്ടക്കുട്ടൻ അവനുള്ള കാര്യം തുറന്നു പറയാണ്. ഇവനുണ്ടായിരുന്നത് ഇവന്റെ ചേട്ടന്റെ കൂടെയാണ്. ആദ്യം കാണാതായിരുന്നില്ലേ മറ്റേ ഒരു കുടിയൻ ചേട്ടൻ ഡെയ്റൻ, പുള്ളിയുടെ സഹചാരിയായിട്ടാണ് ഇവനെ നിയമിച്ചിരുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഇങ്ങനെ കുടിച്ചു കൂത്താടി അലസനായിട്ട് ഇങ്ങനെ നടക്കാണ്. അന്നേരത്താണ് നമ്മുടെ ഡങ്കിനെ അവൻ ആ ഒരു ഓൾഡ് മോഡൽ ബാറിൽ വെച്ചിട്ട് കണ്ടത്. ഇവന് അന്നേരം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, ഡങ്കിനെ പോലെ ഒരു റിയൽ യോദ്ധാവിന്റെ സഹചാരിയായിട്ടിരിക്കാനായിട്ട് ഇവൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ഇവന്റെ കഥയെല്ലാം കേട്ട് കഴിയുമ്പോൾ ഡങ്കിനും ഇവനോട് സഹതാപം തോന്നാണ്. മാത്രമല്ല നമ്മുടെ ഈ എഗ്ഗിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടേക്കുന്നത് ബെയ്ലോൺ ഡങ്കിനെ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗം പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ബെയ്ലോൺ എന്ന് പറയുന്നത് നല്ലൊരു രാജാവാണ്, അടുത്ത കിരീടാവകാശിയാണ് ബെയ്ലോൺ. ഇയാൾ അങ്ങനെ തെണ്ടിത്തരത്തിന് കൂട്ടൊന്നും നിൽക്കില്ല, നേരായ മാർഗത്തിലൂടെ പോകുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ഡങ്കിനെ ബെയ്ലോണിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് നമ്മുടെ എഗ് ഇപ്പോൾ ഇവന്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഡങ്ക് ബെയ്ലോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡങ്ക് പറയുന്ന ഒറ്റ ഡയലോഗിൽ ബെയ്ലോൺ വീണു പോവാണ്. ടു പ്രൊട്ടക്ട് ദ യങ് ആൻഡ് ഇന്നസെന്റ്, അതല്ല ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ ധർമ്മമെന്ന്, അതേ ഞാൻ ചെയ്തുള്ളൂ എന്ന്. ഡങ്കിന് ഇതിന്ന് രക്ഷപ്പെടാനായിട്ട് ബെയ്ലർ ഒരു മാർഗം പറഞ്ഞു കൊടുക്കാണ്, ട്രയൽ ബൈ കോമ്പാക്ട്, ഏതൊരു യോദ്ധാവിന്റെയും വിധി മാറ്റി എഴുതാൻ സഹായിക്കുന്ന നിയമം. അങ്ങനെ നമ്മുടെ ഡങ്കിനെ വിധിക്കാനുള്ള സഭയിൽ ഡങ്ക് ട്രയൽ ബൈ കോമ്പാക്ട് ആവശ്യപ്പെടാണ്. ഇതാർക്കും നിഷേധിക്കാനാവില്ല, കാരണം ഇത് നിയമമാണ്. ഇന്നേരം നമ്മുടെ ഏരിയോൺ ആണെങ്കിൽ ട്രയൽ ഓഫ് 7 ആവശ്യപ്പെടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇരുവരുടെയും ഭാഗത്തുനിന്നും 6 യോദ്ധാക്കന്മാരും കൂടെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് വരും. അതായത് 7 പേരുടെ ഒരു ടീം. ഇവര് തമ്മിൽ ഏറ്റുമുട്ടും. ആര് ജയിക്കുന്നു അവരുടെ ഭാഗത്തു നിന്നായിരിക്കും തീർപ്പുണ്ടാവുക. ഇന്നേരം ഇവന്റെ അച്ഛനായിട്ടുള്ള മേക്കർ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ അവനെ പേടിച്ചിട്ടാണോ ഇങ്ങനെയെല്ലാം ചെയ്യണേന്ന്? ഒരു സാധാരണ യോദ്ധാവിന് അവനെ തോപ്പിക്കാനുള്ള ചങ്കൂറ്റം നിനക്കില്ലേന്ന്. ഇതെല്ലാം റോയൽ ബ്ലഡിന് നാണക്കേടാന്ന് പറയാണ്. പക്ഷെ അവൻ അത് കേൾക്കില്ല. അന്നേരം ട്രയൽ ഓഫ് 7 ഇത് നടപ്പാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോ അവന്റെ അച്ഛനായിട്ടുള്ള മേക്കർ അവനെ തോക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആഷ്ഫോർഡ് കിങ്ങിനാണെങ്കിൽ ഇതിൽ വലിയ റോളൊന്നുമില്ല, ഭരിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ഈ ടാർഗേരിയൻസ് തന്നെയാണ്. ഇപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഡങ്കിനാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവന്റെ കൂടെ നിൽക്കാനായിട്ട് ഇനി 6 പേരെ അവൻ എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഇവനൊരു ഹെഡ്ജിനൈറ്റ് ആണ്, ഇവന്റെ കൂടെ ആരുമില്ല, ഇവനും ആരും അറിയില്ല, ഇവന്റെ ആശാനും ആരും അറിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവൻ 6 യോദ്ധാക്കളെ കൊണ്ടുവരാം? പിന്നെ എതിർത്ത് നിൽക്കുന്നതാണെങ്കിൽ രാജകുടുംബത്തിന്. ആകെ സങ്കടത്തിലാണ് നമ്മുടെ ഡങ്കിപ്പോ. അവന്റെ കുതിരകളുടെ അടുത്ത് വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. നാളെ ചിലപ്പോ അവൻ ഉണ്ടായിന്ന് വരില്ല എന്നെല്ലാം. ഇപ്പോ അവന്റെ കൂട്ടുകാരൻ അവൻ അന്വേഷിച്ചു വരാണ്. കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞു. അവന്റെ കൂടാരത്തിലേക്ക് നമ്മുടെ ഡങ്കിനെ അവൻ കൂട്ടിക്കൊണ്ടു പോവാണ്. നിർബന്ധിച്ച് അവന് ഭക്ഷണം എല്ലാം കഴിപ്പിക്കുന്നുണ്ട്. ഇന്നേരത്ത് അവന്റെ ചേട്ടനായിട്ടുള്ള ആ ഒരു മൊരടൻ സ്റ്റെഫോൺ അവൻ ഇവന്റെ കൂടെ നിൽക്കാന്ന് പറയാണ്. കാരണം ഇവൻ ചെയ്തത് ശരിയാണ്, മാത്രമല്ല ടാർഗേരിയൻസിനോട് അവന് വല്ലാത്ത എതിർപ്പാണ്. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവൻ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന നേരത്ത് റൈമൺ പറയുന്നുണ്ട് ഇവിടുന്ന് ഒളിച്ചോടുന്ന കാര്യത്തെക്കുറിച്ച്. ഡങ്ക് അതിന് തയ്യാറാവില്ല. പക്ഷെ അവൻ അപ്പോഴും അവൻ ചെയ്ത കാര്യം ശരിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇന്നേരത്ത് നമ്മുടെ എഗ് അവിടേക്ക് വരാണ്. നാളത്തെ ആ ഒരു ഫൈറ്റ് അതിന് സമയം കുറിച്ചു എന്ന് പറയാനായിട്ട് എഗ് ഇവന്റെ സഹചാരിയായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് അവനോട് പറയാണ്. ഇന്നേരത്തെ ഡങ്ക് ചോദിക്കുന്നുണ്ട്, നീ ഇവിടേക്ക് വന്നത് നിന്റെ അച്ഛൻ അറിയുമെന്ന്. അപ്പോ എഗിന്റെ കൂടെ മറ്റൊരാൾ കൂടെ വരുന്നുണ്ട്. വേറെ ആരുമില്ല, അവന്റെ ചേട്ടനായിട്ടുള്ള ഡെയ്റൻ, ആ ഒരു ഷാപ്പിൽ വെച്ച് കണ്ട മറ്റേ ചേട്ടൻ. ഇവനെ കാണുമ്പോ തന്നെ നമ്മുടെ ഡങ്ക് അവനെടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. കത്തി എടുത്തിട്ട് അവന്റെ കഴുത്തിൽ വെക്കാണ്. സംഭവം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ എഗ് അന്ന് ഡങ്കിന്റെ കൂടെ വന്നപ്പോ ഡെയ്റൻ അവന്റെ ഉത്തരവാദിത്തക്കുറവുകൊണ്ടാണ് എഗ്ഗിനെ കാണാതായി എന്നുള്ള കാര്യം മറയ്ക്കാനായിട്ട് അവനെ നമ്മുടെ ഡങ്ക് തട്ടിക്കൊണ്ടുപോയി എന്നാണ് മൊഴി കൊടുത്തത്. അതുകൊണ്ടുകൂടിയാണ് അവനിപ്പോ ഇതെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ ഇപ്പോ ഡെയ്റൻ ഇവിടേക്ക് വന്നേക്കുന്നത് നമ്മുടെ ഡങ്കിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഇവനെതിരെ നിൽക്കുന്നത് അവന്റെ അച്ഛനും അവന്റെ അച്ഛന്റെ യോദ്ധാക്കളുമാണ്. 6 പേരിൽ ഒരാള് നമ്മുടെ ഡെയ്റനുമാണ്. പക്ഷെ അത് വിഷയമില്ല, അവൻ ഡങ്കിന്റെ മുമ്പിൽ തോറ്റു തരാമെന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ ഇവനിപ്പോ എതിർത്ത് നിൽക്കുന്നത് ഇവന്റെ കുടുംബത്തിന് തന്നെയാണ്. ഇത് ഇവന് ഭയങ്കര ആപത്താണ് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊന്നും ഇവന് വിഷയമല്ല. ഇപ്പോഴും ഏരിയോണിനൊപ്പം നിൽക്കുന്ന 5 പേരെ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. 6ാമത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇവിടെ ഡങ്കിന്റെ കൂടെ അവന്റെ സുഹൃത്ത് മാത്രമേ ഉള്ളൂ. ഇവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ സഹായിക്കാനായിട്ട് ലയണൽ
ഡെയ്റൈനും കൂട്ടരും വരുമെന്ന് റൈമൻ പറയുന്നുണ്ട്. ഇപ്പൊ ഡെയ്റൈൻ അവൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചിട്ട് പറയാണ്. ഈ ഡെയ്റന്റെ സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെല്ലാം നടക്കും. അപ്പോ അവൻ കണ്ട ആ ഒരു സ്വപ്നം അതെന്താണെന്ന് പറയാണ്. നമ്മുടെ ഡങ്ക് ഒരു ഡ്രാഗണായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവസാനം ആ ഡ്രാഗൺ ഡങ്കിന്റെ മേലേക്ക് വീഴുന്നുണ്ട്. അവിടെ ഡ്രാഗൺ മരിക്കുകയും ഡങ്ക് മരിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ആ ഒരു സ്വപ്നം. ഇവിടെ ഈ ഒരു ഡ്രാഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഏരിയോൺ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇനി ഒറിജിനൽ ഡ്രാഗൺ ആയിട്ട് ഭാവിയിൽ വല്ല ഫൈറ്റ് ഉണ്ടാവുമെന്നും അറിയില്ല. അങ്ങനെ ഡെയ്റനായിട്ടുള്ള സംസാരം കഴിഞ്ഞിട്ട് അവൻ നേരെ പോകുന്നത് മറ്റേ ഒരു മുട്ടയുടെ ആലയിലേക്കാണ്, ആ ഒരു യോദ്ധാവിന് വേണ്ട ആർമേഴ്സ് എല്ലാം വാങ്ങിക്കാനായിട്ട്. ഇന്നേരത്ത് ടാൻസലിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് അവന്റെ മനസ്സിൽ. അവളുടെ ആ ഒരു പപ്പറ്റ് ഷോ നടക്കുന്ന സ്ഥലമെല്ലാം അവര് നാമാവശേഷാക്കി. അവരെല്ലാവരും ഈ നാട് വിട്ടു പോയി. വെസ്റ്റ് ഹൗസിലെ ഏതോ ഒരു തരിശുഭൂമിയിലേക്ക് പോയെന്നാണ് കേട്ടത്. ഇതെല്ലാം നമ്മുടെ മുട്ട ഡങ്കിനോട് പറയാണ്. അവള് പോകുന്നതിന് മുമ്പ് ഈ ഒരു മുട്ടയുടെ കയ്യിൽ അവൻ പെയിന്റ് ചെയ്യാൻ ഏൽപ്പിച്ച അവന്റെ പരിച അത് കൊടുത്തിരുന്നു. ഇതാണെങ്കിൽ പഴയതും ബലം കുറഞ്ഞതുമായിട്ടുള്ള ഒരു പരിചയമായിരുന്നു. നമ്മുടെ ഈ മുട്ട അതിൽ വേറെ ഇരുമ്പെല്ലാം ചേർത്തിട്ട് അതിന് ബലമുള്ളതാക്കി മാറ്റിയൊക്കെയാണ്. എന്നിട്ട് അവന് ധൈര്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡങ്ക് ആണെങ്കിൽ അതിൽ ആ ഒരു ചിത്രം, ആ ഒരു എൽ മരത്തിന് മുകളിലൂടെ ഫോളിംഗ് സ്റ്റാർ പോകുന്നത് അത് നോക്കിയിരിക്കുകയാണ്. അടുത്ത സീനിൽ എല്ലാവരും ഈ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇപ്പോ ഡങ്കിന്റെ കൂടെയുള്ള യോദ്ധാക്കള് ആരൊക്കെയാണെന്ന് കാണിക്കുകയാണ്. റൈമന്റെ ചേട്ടൻ സ്റ്റെഫോൺ, പിന്നെ ലേണൽ ബാരത്തിയോൺ, പിന്നെ നമ്മൾ ആദ്യമേ കണ്ടില്ലേ ആ ഒരു ഒറ്റക്കണ്ണ യോദ്ധാവ്, പുള്ളിയും ഇവർക്കെതിരാണ്. പിന്നെ ആദ്യത്തെ മത്സരത്തില് ചതിയിലൂടെ ആ ഒരു കുതിരേനെ കൊന്നിട്ട് കാലൊടിഞ്ഞ ആ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പുള്ളിക്കാരൻ ആളും ഏരിയോണിനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് വന്നേക്കാണ്. പിന്നെ പുള്ളിയുടെ ഒരു കസിൻ ബ്രദറും ഉണ്ട്. അപ്പൊ ഇവര് 6 പേരായിട്ടുണ്ട്. 6 പേര് തന്നെ അവരുടെ ഭാഗത്തുള്ളൂ എന്നാണ് ഇവരുടെയും വിചാരം. ഇപ്പൊ നമ്മുടെ ലേണൽ പറയുന്നുണ്ട് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് എഗ്ഗ് പറഞ്ഞിട്ടാണെന്ന്. എഗ്ഗ് ഒരു രാജകുമാരനായോണ്ട് തന്നെ അവന്റെ വാക്കിന് ഇവിടെ നല്ല വിലയുണ്ട്. ഇപ്പോ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കാണ്. ഈ ഒരു റൈമന്റെ സഹോദരനായിട്ടുള്ള സ്റ്റെഫോൺ, ആ ഒരു മൊരടൻ, ഇവൻ കൂറുമാറയാണ്. ലോർഡ്ഷിപ്പ് തരാന്നുള്ള ഏരിയോന്റെ വാക്കുമേൽ അവൻ അവരുടെ കൂടെ ചേരാണ്. ഇത് കണ്ടിട്ട് റൈമനും അവനായിട്ട് തല്ലി പിരിയാണ്. റൈമൻ ഇത് കണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഡങ്കിനടുത്ത് വന്നിട്ട് അവനെ യോദ്ധാവാക്കാനായിട്ട് പറയാണ്. ഏതൊരു യോദ്ധാവിനും മറ്റൊരാളെ യോദ്ധാവാക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്ന ഡങ്കിന് അത് സാധിക്കില്ല. അവൻ ലയണലിനോട് അത് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ ലയണല് നമ്മുടെ റൈമനെ ഒരു യോദ്ധാവാക്കാണ്. അതിനു മുമ്പേ ഡങ്ക് ഒരുപാട് അവനോട് പറയുന്നുണ്ട് ഇത് അപകടമാണ്, നീ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാനെന്നെല്ലാം. പക്ഷെ റൈമൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അത്. ലയണലും പറയുന്നുണ്ട് 5 പേരായിട്ട് ഒരിക്കലും യുദ്ധം ജയിക്കാനായിട്ട് പറ്റില്ല എന്ന്. അങ്ങനെ നമ്മുടെ റൈമനെ അവൻ യോദ്ധാവാക്കാണ്. എന്നിട്ട് ഡങ്ക് അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയാണ് ഞങ്ങൾ 6 പേരുണ്ട്, ഞങ്ങൾ 6 പേര് ഇവർ 7 പേർക്ക് എതിരായിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന്. പക്ഷേ ഈ ട്രയൽ ബൈ 7 ഇങ്ങനെ ഒരിക്കലും പറ്റില്ല. 7 പേർക്കെതിരെ 7 പേര് തന്നെ യുദ്ധം ചെയ്യണം. ഇന്നേരം ജനങ്ങളോട് സംസാരിക്കാനായിട്ട് അവൻ 1 നിമിഷം തരണമെന്ന് ആവശ്യപ്പെടാണ്. എന്നിട്ട് അവൻ ഒരുപാട് ഡയലോഗുകൾ പറയാണ് ഇങ്ങനെ അവന്റെ ആശാനായിട്ടുള്ള എയർലൈൻ ഓഫ് പെനിട്രിയെ പറ്റി. അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരു യോദ്ധാവൊന്നുമല്ല, പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ നല്ലപോലെ ട്രെയിൻ ചെയ്തു, നല്ലൊരു യോദ്ധാവാക്കി, എല്ലാത്തിനുപരി നല്ലൊരു മനുഷ്യനാക്കി മാറ്റി. അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് എന്താണോ, ഒരു യോദ്ധാവിന്റെ ധർമ്മം, ടു പ്രൊട്ടക്ട് ദി യങ് ആൻഡ് ഇന്നസെന്റ്. അതാണ് ഞാൻ അന്ന് അവിടെ ചെയ്തത്. ഇത് ശരിയാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ പക്ഷം ശരിയാണെന്ന് തോന്നുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് വരണമെന്ന് അവൻ പറയാണ്. പക്ഷെ ഇപ്പോ കാണികളെല്ലാവരും അവനെ പരിഹസിക്കാണ്. ഇന്നേരത്ത് ആരോ പുറത്തുനിന്ന് വരുന്നതായിട്ട് ഒരു ശബ്ദം കേൾക്കാണ്. ഇപ്പോഴാണ് ട്വിസ്റ്റ്. അവനെ സഹായിക്കാനായിട്ട് ഒരാൾ വരാണ്. ആരാണെന്ന് വെച്ചാല് ബെയ്ലർ ടാർഗേരിയൻ, ടാർഗേരിയൻസിന്റെ വരുംകാല രാജാവ്. സ്വന്തം കുടുംബത്തിനെതിരായിട്ട് ന്യായത്തിന് വേണ്ടിയിട്ട് ഡങ്കിന്റെ കൂടെ നിൽക്കാണ് നമ്മുടെ ബെയ്ലർ. ഇതൊരു അടിപൊളി സീനാണ്. ഈ സീൻ കണ്ടപ്പോ എന്റെ കയ്യിലെ റോമെല്ലാം എഴുന്നേറ്റ് നിൽക്കായിരുന്നു. ഒപ്പം ആ ഒരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ആ ഒരു BGM എല്ലാം കൂടി. മേക്കർ ചോദിക്കുന്നുണ്ട് നീ ഇതെന്ത് ഭാവിച്ചാന്ന്. അപ്പൊ അവന് പറയുന്നുണ്ട് അവനെപ്പോഴും ന്യായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ എന്ന്. ഡങ്ക് മാത്രമല്ല കാണികൾ ഉൾപ്പെടെ അവിടെ ചുറ്റിലും കൂടിയിരിക്കുന്ന എല്ലാവരും ഷോക്കായി നിൽക്കാണ്. അവിടെ വെച്ച് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കാണ്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മൂവി എക്സ്പ്ലനേഷൻ ഒക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും അന്നാര സുമ.